നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലി നിങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു. നിങ്ങൾ ചിലപ്പോൾ വിവാഹിതരായിരിക്കാം, നിങ്ങൾ റിലേഷൻഷിപ്പിലുള്ളതായിരിക്കാം, നിങ്ങളുടെ പേഴ്സന്റെ ബന്ധുക്കൾക്ക് നിങ്ങളെ പരിചയമുണ്ടായിരിക്കാം, ചിലപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി കണക്ഷൻ ആയിരിക്കാം, പേഴ്സന്റെ ഫാമിലിക്ക് നിങ്ങളെ അറിയാമായിരിക്കാം. എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും അവർ നിങ്ങളെ എങ്ങനെയാണ് കരുതുന്നത്, അതാണ് നമ്മൾക്ക് നോക്കാനുള്ളത്. അപ്പോൾ ഇത് ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, കോൺടാക്ട് ചെയ്യാം. എനിക്കിതൊരു വാട്സാപ്പ് മെസ്സേജ് വന്നതാണ്, അതൊന്നും അറിയണം എന്ന് പറഞ്ഞിട്ട്. കാരണം നിങ്ങൾ അറിയണ്ട, സോറി. അപ്പോൾ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ആകെ 2 കാർഡേ ഉള്ളൂ. ഈ കുംഭസാര രഹസ്യം പുറത്ത് പറയാൻ പാടില്ല എന്ന് പറയാം. അതുപോലെയാണ് ഞങ്ങൾക്ക് ടാരോ റീഡേഴ്സ് കിട്ടുന്ന റീഡിങ്സിനെ കുറിച്ചും പേഴ്സണൽ റീഡിങ്സിനെ കുറിച്ചും പറയാൻ പാടില്ല, അത് പേഴ്സണലാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള റീഡിങ് വന്നതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ 2 കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങളൊരു വഴിത്തിരിവിലാണ്. ആ ഏത് വഴി തിരഞ്ഞെടുക്കണമെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ, അതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വഴി കാണിച്ചു തരുമെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അനുഗ്രഹമുള്ളവരാണ്. അപ്പോൾ എന്ത് തരം പ്രശ്നമാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നതെങ്കിലും ആ പ്രശ്നം വലിയ പ്രശ്നമാണ്. പക്ഷെ നിങ്ങൾ അനുഭവിക്കുന്നത് വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമാണ് ദൈവം പറയുന്നത് കേട്ടോ. അപ്പൊ ബാക്കി എല്ലാ കാര്യങ്ങളും മാറ്റി തരുന്നുണ്ട്. നിങ്ങൾ തടസ്സങ്ങളെല്ലാം ദൈവം മാറ്റി തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ നിങ്ങളൊരു വഴിത്തിരിവിലാണ്. നിങ്ങളുടെ മുമ്പിൽ വഴി അടഞ്ഞിരിക്കുകയല്ല, വഴി 2ആയിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കാനുള്ള ഒരു ചാൻസ് ആണ് വന്നിട്ടുള്ളതെന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് ഏത് ചോയ്സ് എടുക്കണമെന്ന് അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കണമെന്ന് പറയുന്നുണ്ട്. ദൈവം കാണിച്ചു തരും വഴി എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ 2 കാർഡ് വന്നിട്ടുണ്ട്. ഈ നിങ്ങളുടെ വ്യക്തിക്ക് ഈ റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൽ നല്ല ഫ്യൂച്ചർ വേണം, ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു ഫ്യൂച്ചർ ഈ വ്യക്തി കാണുന്നില്ല. ചിലപ്പോൾ ആ വ്യക്തിയുടെ അമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമല്ലായിരിക്കാം, ഫാമിലിക്ക് ഇഷ്ടമല്ലായിരിക്കാം. ഇത് എംപ്രസിനെയാണ് കാണുന്നത്, ഭൂമി ദേവിയാണിത്, അമ്മയാണ്. അപ്പോൾ അത് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. അതിനർത്ഥം ഇവിടെ ഒരു ഗ്രോത്ത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ തമ്മിൽ ഇഷ്ടമാണ്, ഈ വ്യക്തിക്ക് നിങ്ങളെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, അല്ലെങ്കിൽ വിവാഹിതരാണെങ്കിൽ വളരെ സന്തോഷകരമായ ഒരു ജീവിതം വേണം നിങ്ങളുമായിട്ട് എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും പല ഫാമിലിയിലെ ആളുകളുടെ പ്രശ്നം കൊണ്ട് ഈ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ പറ്റില്ല എന്ന് നിങ്ങളുടെ വ്യക്തിക്ക് തോന്നലുണ്ട്. നിങ്ങൾക്ക് 2 പേർക്കും ആ തോന്നലുണ്ട്. ഇത് ടോറസ് ലീബ്രയാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഫാമിലിയും നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടി ആയിരിക്കാൻ വഴിയുണ്ട്, അറിയില്ല. നോക്കട്ടെ, എന്താണ് തമ്മിലുള്ള കണക്ഷൻ? ഓക്കെ, നിങ്ങളുടെ ഈ വ്യക്തിയുടെ ഫാമിലിയുമായിട്ട് വ്യക്തിയുടെ ഫാമിലിക്ക് നിങ്ങളിപ്പോൾ വിവാഹം കഴിച്ചതാണെങ്കിൽ തേർഡ് പാർട്ടി കണക്ഷൻ, എന്ത് റിലേഷൻഷിപ്പ് ആയിരിക്കും, നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലി വിചാരിക്കുന്നത് ഈ വ്യക്തിയെ നിങ്ങൾ അവരിൽ നിന്ന് തട്ടിയെടുത്തു എന്നാണ്. മനസ്സിലാവുണ്ടോ? അപ്പോൾ അവര് ട്രൈ ചെയ്ത് പല പ്രാവശ്യം നിങ്ങളെ തമ്മിൽ പിരിപ്പിക്കാനൊക്കെ നോക്കി. ആത്മഹത്യാ ഭീഷണി, അതുപോലെ ഒരു പൈസ ഒന്നും തരില്ല, നീ അവരുമായിട്ട് ബന്ധമാണെങ്കിൽ ഇറങ്ങി പൊക്കോണം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം എതിരായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് പ്രശ്നം ഉണ്ടാക്കിയെങ്കിലും നിങ്ങൾ പിരിഞ്ഞെങ്കിലും പിന്നെയും നിങ്ങൾ പൂർവാധികം ശക്തിയോടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്.
അപ്പൊ ഈ ഒരു പ്രശ്നമാണ് ഇവർക്ക്. നിങ്ങളെ തമ്മിൽ പിരിക്കാൻ പറ്റുന്നില്ല ഈ ബന്ധുക്കൾക്ക്. സ്കോർപിയോ സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. അപ്പൊ അതൊരു പ്രശ്നമായിട്ട് നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയും നിങ്ങളും തമ്മിലുണ്ട് എന്നാണ് പറഞ്ഞത്. നിങ്ങളൊരു ജേതാവിനെ പോലെയാണ് അവർ കാണുന്നത്. വെച്ചാൽ ഇവരെ എല്ലാം ഒഴിവാക്കി നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്വീകരിക്കുന്നു പല പ്രാവശ്യം ഇവരെ ഒഴിവാക്കി വിടാൻ നോക്കിയിട്ടും പിന്നെയും നിങ്ങൾ ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ബന്ധം തുടരുന്നു. പിന്നെയും നിങ്ങൾ തിരിച്ച് വ്യക്തിയിലേക്ക് തന്നെ വരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നു എന്ന ഒരു ചിന്ത ഇവർക്കുണ്ട്. അപ്പൊ ഇതാണ് പ്രശ്നം ഇവിടെ. നിങ്ങളെ ഒഴിവാക്കണം ഈ ബന്ധത്തിൽ നിന്ന്, അവരതാണ് വിചാരിക്കുന്നത്. ഇവർക്ക് ശരിക്കും ഇവരെന്തുകൊണ്ടാണ് നിങ്ങളെ ഇവരുടെ ഈ വ്യക്തിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് വിചാരിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവര് വിചാരിക്കുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതം നിങ്ങളായിട്ട് മാറ്റുന്നു എന്നാണ്. അപ്പൊ ഇവര് വിചാരിക്കുന്ന നിങ്ങളുടെ കൂടെ കൂടിയപ്പോഴാണ് നിങ്ങളുടെ വ്യക്തി പഴയ സ്വഭാവം മാറ്റി വേറൊരു സ്വഭാവത്തിലേക്ക് പോകുന്നത്. ചിലപ്പോ നിങ്ങളുടെ കൂടെ കൂടിയതിന് ശേഷം ഇവരുമായിട്ടുള്ള ബന്ധത്തിൽ കുറെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും. ഫാമിലിയോട് വ്യക്തി അധികം അടുപ്പം കാണിക്കുന്നില്ലായിരിക്കും, കൂടുതൽ സമയം നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇവർക്ക് ഇതില്ല. ചിലപ്പോ ഒറ്റ മോനോ ആയിരിക്കാം. അപ്പൊ ഇവര് പൊന്നുപോലെ കൊണ്ടുവന്ന ഒരാള് ഒരു ദിവസം വേറൊരു സ്നേഹത്തിലേക്ക് പോയപ്പോ ഇവരിൽ നിന്ന് അകന്നു എന്നൊരു ചിന്ത. ചിലപ്പോ അങ്ങനെ ഉണ്ടാവില്ല, ചിലപ്പോ ഇവരുടെ സ്വാർത്ഥത കൊണ്ട് ഇവർക്ക് തോന്നുന്നതായിരിക്കാം. അപ്പൊ നിങ്ങൾ ഒരു ത്രെറ്റ് ആയിട്ടാണ് ഇവര് കാണുന്നത്. മനസ്സിലായോ? നിങ്ങള് ഈ വ്യക്തി പിന്നെ ഒരു കുഞ്ഞു വാവയെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിനകത്ത് ചിലപ്പോ വിവാഹം കഴിഞ്ഞ രണ്ടുപേര്, സ്നേഹിച്ച് വിവാഹം കഴിഞ്ഞ രണ്ടുപേര്, പക്ഷെ അവർക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല. ആരുടെയോ കുഴപ്പം കൊണ്ട്, നിങ്ങൾ തമ്മിലുള്ള കുഴപ്പം കൊണ്ട്. അപ്പൊ ഇവർക്ക് പേരക്കുട്ടികൾ വേണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുന്നില്ല. അതിൻ്റെതായ ഒരു ദേഷ്യം ഇവർക്ക് വരുന്നുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളോട് ആ ഒരു ദേഷ്യം ഇവർ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് നോക്കുന്നത്. ചിലപ്പോൾ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു ആളെ വിവാഹം കഴിക്കണം, നിങ്ങളുടെ വ്യക്തി വേറൊരാളെ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടും നിങ്ങൾ രണ്ടുപേരും ഈ ബന്ധത്തിൽ നിന്ന് പോകുന്നില്ല എന്നാണ് അവർക്ക്. അപ്പൊ ഇവർക്ക് പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നടത്തുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഇതാണ് കാരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒരാള് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നുവെച്ചാൽ ആർക്കാണോ പ്രശ്നമുള്ളത്, അത് ചിലപ്പോൾ നിങ്ങൾക്കല്ലായിരിക്കാം, വ്യക്തിക്കായിരിക്കാം. പക്ഷെ എന്നാലും ചില സമയത്ത് വീട്ടുകാര് ആ പ്രശ്നം പെൺകുട്ടിയുടെ തലയിൽ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ തലയിൽ വെച്ച് അവരുടെ ഫാമിലിയിൽ ആരാണുള്ളത് അവനെ ഫ്രീ ആക്കും. എന്ന് വെച്ചാല് ഇപ്പൊ പയ്യനാണ് പ്രശ്നമെങ്കിൽ വന്നു കയറിയ പെൺകുട്ടിക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞ് ഈ പയ്യനെ ഡോക്ടറെ ഒന്നും കാണിക്കില്ല. പെൺകുട്ടിയുടെ തലയിലായിരിക്കും എല്ലാ പ്രശ്നം. പയ്യൻ എന്തോ വലിയ കാര്യമാണ്, അപ്പൊ അവന് പ്രശ്നമൊന്നും ഉണ്ടാവും, ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനെ ചരിത്രമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇവര് എല്ലാ പ്രശ്നവും കൂടെ നിങ്ങളുടെ തലയിൽ വെക്കും. അപ്പൊ അതാണ് ഇവിടെയും നടക്കുന്നതെന്ന് തോന്നുന്നത് കേട്ടോ. അപ്പൊ ഇവർക്ക് നിങ്ങൾ മാറിയാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ മാറുമെന്നൊരു ചിന്തയുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളെ ഒഴിവാക്കുക. അപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിൽ വിവാഹം മുടക്കാനാണ് ഇവർ നോക്കുന്നത്. വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് കുട്ടികൾ വേറെ ആളെ വിവാഹം കഴിപ്പിക്കാനാണ് ഇവർ നോക്കുന്നത്. അപ്പൊ അതിന് പല പ്രശ്നങ്ങളൊന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതിന് കൂടിയ ആളുകളാണ് ഇതിൽ നിന്ന് പിന്മാറുന്നില്ല. പല പ്രാവശ്യം പ്രശ്നമുണ്ടാക്കിയിട്ടും നിങ്ങൾ മാറുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മാറുന്നില്ലെന്ന് അറിഞ്ഞാൽ ഒന്ന് പോട്ടെ, അവരെങ്ങനെയും ജീവിക്കട്ടെ എന്നല്ല, അവർ പിന്നെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നം ഇവർ കൊണ്ടുവരുന്നതാണ്. ഇവിടെ ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ പേഴ്സന്റെ ബന്ധുക്കൾ കാരണമുള്ളതാണോ? ആദ്യം നോക്കി യെസ് നോ എന്നാണ് പറയുന്നത്. ഇവര് എന്താ പ്രശ്നം എന്നറിയാമോ? ഇവര് ഞങ്ങളുടെ കുട്ടിയുടെ അതാണോ പെണ്ണോ എന്ന് എനിക്കറിയില്ല, നിങ്ങളുടെ വ്യക്തി ആരോ അവന്റെ അല്ലെങ്കിൽ അവളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രൈ ചെയ്യുന്നതാണ് ഇവര് ചിന്തിക്കുന്നത്. നിങ്ങളിൽ തമ്മിലുള്ള സ്നേഹവും അറ്റാച്ച്മെന്റും അണ്ടർസ്റ്റാൻഡിങ് ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവര് വളരെ സ്വാർത്ഥമായിട്ട് ഞങ്ങളുടെ കുട്ടിയുടെ നല്ലതാണ് ഞങ്ങൾ ആലോചിക്കുന്നതെന്നാണ് ഇവർ ചിന്തിക്കുന്നത്. പക്ഷേ നിങ്ങൾ തമ്മിൽ അകറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതം എങ്ങനെയാകുമെന്നൊരു ചിന്ത ഇവർക്കില്ല. അപ്പൊ അധികം ബോധമില്ലാത്ത ആൾക്കാരാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലിയിൽ ഉള്ളതെന്നാണ് തോന്നുന്നത്. അവര് നിങ്ങൾ മാക്സിമം കല്യാണം കഴിക്കാതിരിക്കാൻ ഇവര് നോക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഉഴപ്പാണെന്നൊക്കെ നിങ്ങളുടെ വ്യക്തിയോട് ഇവര് പറയുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ രോഗിയാക്കാനൊക്കെ നോക്കും. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മുടെ
കഷായത്തിലെ കഷായത്തിലും ജ്യൂസിലും ഒക്കെ പല സാധനങ്ങൾ തരുന്ന ആളുകളുള്ള നാടാണ് നമ്മുടെ നാട് മാത്രമല്ല ലോകം മുഴുവനും. അപ്പൊ എന്താ പറയാ, മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഒരു സയന്റിഫിക് ഇതായിട്ട് കൊണ്ടുവരുന്ന, വളരെ റിസർച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ആളുകളുള്ള ഒരു ലോകമാണ് നമ്മുടെ. അപ്പൊ നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണെന്നാണ് പറയുന്നത്. നിങ്ങളെ ഇവരുടെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ, മനസ്സിലായോ? ഇവരുടെ ഫാമിലി, ഇവരുടെ കുട്ടി, അത് മാത്രമേ നോക്കുള്ളൂ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഇവർക്ക് കുഴപ്പമില്ല. അപ്പൊ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. നിങ്ങളുടെ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരവാദികൾ ഇവരാണ്. പക്ഷെ ഇവർ പറയുന്നത് ഞങ്ങളുടെ കുട്ടിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്നാലും അവർ ആലോചിക്കുന്നില്ല, നിങ്ങളെ നഷ്ടപ്പെട്ടാൽ ഈ വ്യക്തിയുടെ അവസ്ഥ എന്താകുമെന്ന് ചിന്തിക്കാനുള്ള ബോധം ഇവർക്കില്ല. ഇവർക്കാകെ വളരെ സ്വാർത്ഥമായിട്ടുള്ള ചിന്ത. അപ്പൊ അവര് പറയുന്നത് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട കുട്ടിയാണ്, അവൾ നല്ലൊരു, അല്ലെങ്കിൽ അവൾക്ക് നല്ലൊരു ഭാവി വേണം, നിങ്ങളുടെ കൂടെ വന്നാൽ അവർക്ക് ഭാവി നഷ്ടമാകും, അതുപോലെ തന്നെ കുട്ടികൾ ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഒഴിവായി പോക്കണം എന്നാണ് അവർ പറഞ്ഞത്. നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ ഫാമിലിയോട് പറഞ്ഞിട്ടുണ്ടാവും, ഈ വ്യക്തിയോട് പറയുന്നുണ്ട്. ഇവരെല്ലാം നിങ്ങൾ ആരും ചെവി കൊള്ളാത്തത് കൊണ്ട് നിങ്ങളെ ഇല്ലാതാക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളെ അപായപ്പെടുത്താനുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യിക്കാനാണ് നോക്കാൻ പോകുന്നത്. കാരണം നിങ്ങളെ കുറിച്ച് വ്യക്തിയോട് അനാവശ്യം പറയുന്നത്. അത് നടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാരകമായ എന്തെങ്കിലും പണി കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, സൂക്ഷിക്കുക. ഇത് ലിബ്ര സോഡിയാക് സൈൻ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് ഗൈഡൻസ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് ഭഗവാനെ? നിങ്ങൾക്ക് ഇതിനൊക്കെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷേ ഇവര് അങ്ങനെ വലിയ ഡ്രാസ്റ്റിക് ആയ ആക്ഷൻസ് ഒന്നും എടുക്കില്ല എന്നാണ് നിങ്ങൾ, ചില വളരെ മാരകമായ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് എതിരെ ചെയ്യില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ മനസ്സെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ വ്യക്തിയോട് സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ നിങ്ങൾക്ക് മനസ്സിന് സമാധാനമില്ല. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ പലതരം ചിന്തകൾ വരുന്നുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ വ്യക്തിയായുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒട്ടും സമാധാനമില്ല, സന്തോഷമില്ല. ഈ നിങ്ങളുടെ പേഴ്സന്റെ ഫാമിലി ഇതിനകത്ത് കൈകടത്തുന്നത്, ഇതിനകത്ത് ഇടപെടുന്നത് കൊണ്ട്. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കൂടെ പല കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. വേണോ വേണ്ടയോ, വേറെ ആരെങ്കിലും വിവാഹം കഴിക്കണോ, മറ്റേയാളുടെ പ്രപ്പോസൽ നോക്കണോ എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നു. പക്ഷെ നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ട്രാപ്ഡ് ആയി പോകുമെന്നാണ്. ഇപ്പൊ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ ഈ വിവാഹം വേണ്ടാന്ന് വെക്കുക. നിങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വരക്ഷയ്ക്ക് നോക്കിയിട്ട് നിങ്ങൾ ഇതിന് ഒഴിഞ്ഞു മാറുക. മനസ്സിലാവുണ്ടോ? കാരണം വ്യക്തി ഒരിക്കലും ചിന്തിക്കില്ല അവരുടെ ഫാമിലി ഇങ്ങനെയെല്ലാം ചെയ്യുമെന്ന്. ഇപ്പൊ നിങ്ങൾക്ക് സംശയമുണ്ട്, നിങ്ങൾ വ്യക്തിയോട് പറഞ്ഞാലും ഈ വ്യക്തി നിങ്ങളുടെ ഫാമിലി എന്നെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാലും വ്യക്തി സമ്മതിക്കില്ല. കാരണം ഈ വ്യക്തിക്ക് അവരെ വിശ്വാസമാണ്. അപ്പോൾ നിങ്ങൾ ഒറ്റപ്പെടും ഈ വ്യക്തിയോട് പറയുമ്പോൾ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സമാധാനം ഉണ്ടാവില്ല. ഈ വ്യക്തിയുടെ ഫാമിലി അത്രയ്ക്കും വഷളായ ഒരു ഫാമിലി ഗ്രൂപ്പ് ഓഫ് ആളുകളാണ്. അപ്പൊ നിങ്ങൾ മാരീഡ് ആണെങ്കിൽ ഡിവോഴ്സ് അവർ ഓഫർ ചെയ്യണമെങ്കിൽ അത് എടുക്കുക, മാറിപ്പോവുക. കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിക്കരുതെന്നാണ് ഇവർ പറയുന്നതെങ്കിൽ ഒക്കെ കല്യാണം വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതവും മനസ്സമാധാനവുമാണ് അത്യാവശ്യമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളൊരു വളരെ ഡിഫിക്കൽട്ടായ ഒരു ഡിസിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. പക്ഷെ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ഡിസിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഭവിഷ്യത്തുകൾ ഫേസ് ചെയ്യേണ്ടി വരുമെന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് കേട്ടോ. ഇവിടെ പൈസീസ് സോഡിയാക് സൈൻ ആണ്. നിങ്ങൾ എന്തായാലും ആലോചിച്ച് തീരുമാനിക്കുക. മറ്റുള്ളവരോട്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളോടൊക്കെ ഒന്ന് ചർച്ച ചെയ്യുക. ഒന്നും ആരെയും ഒളിപ്പിക്കരുത്. നമ്മൾ എപ്പോഴും എവിടെ പോകുവാണെങ്കിലും അവരുടെ ഫാമിലിയിലൊക്കെ പെട്ടെന്ന് പോകേണ്ടി വരികയൊക്കെ ചെയ്യണമെങ്കിൽ ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ ഫാമിലിയോടോ ആരോടെങ്കിലും ഒക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകുക കേട്ടോ ഇന്ന സമയത്ത്. അതുമല്ല അവരോട് ചെല്ലുമ്പോൾ പറയണം, ഞാൻ ഇവിടെ ഇങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. അപ്പൊ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവായി കിട്ടും. ഒളിച്ചു വെക്കരുത്. സ്വയം ഇൻവെസ്റ്റിഗേഷനിലേക്ക് പോവരുത്. ഇങ്ങനെ ഒരു കാര്യം കണ്ടു, ഞാൻ ഒറ്റയ്ക്ക് കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ അത് പണിയാവും. അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ ഫാമിലി അത്യാവശ്യം അറിഞ്ഞിരിക്കണം നിങ്ങൾ എവിടെ പോകുന്നു, ആരുടെ കൂടെ പോകുന്നു, മനസ്സിലാവുണ്ടോ? അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മളെല്ലാവരും മെച്ചുവർഡായ ആളുകളാണ്. പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളുടെ ഫാമിലി നമ്മളുടെ കൂടെ നിൽക്കുന്നവരാണ്. ഇവരുടെ ഫാമിലി, നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലി അവരുടെ
ആ ആളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളുടെ ഫാമിലി അതുപോലെ നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുക. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഫാമിലിയെ കൂടെ നിർത്താൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ദീർഘായുസ്സും അനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിങ്ങുമായിട്ട് വരാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. ടേക്ക് കെയർ. ബൈ ബൈ.